എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം, ലൈഫ് ഒന്ന് പച്ച പിടിപ്പിക്കണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ, നല്ലൊരു വീട് വെക്കണം, ഒരു വാഹനം വാങ്ങണം, അങ്ങനെ ഒരുപാട്. പക്ഷേ ഒന്നിലേക്കും ഇറങ്ങാൻ ഒരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥ. പണ്ടാണെങ്കിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാലാള് കൂടുമ്പോ ഒന്ന് സംസാരിക്കാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറയുന്നത് തെറ്റായി പോവോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, അവരെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെയുള്ള പല ചിന്തകൾ കൊണ്ട് നമുക്ക് ഒന്നിലേക്കും ഇറങ്ങാൻ ഒരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥ. സത്യത്തിൽ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നതാണോ? അല്ല, മറിച്ച് ഈ ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവാന് ഒരു 4-5 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങളില് ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ 5 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ് നിങ്ങളുടെ കോൺഫിഡൻസ് കുറക്കുന്ന ഒന്നാമത്തെ ഘടകം. ഉദാഹരണമായിട്ട്, ഒരാൾക്ക് ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. ആൾക്ക് ആ ഒരു ജോലി കൊണ്ട് അയാളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ജോലിയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ദിവസം അങ്ങനെ കടന്നു പോകുന്നു. പക്ഷെ സമ്പാദ്യമൊന്നുമില്ല, ആൾക്ക് ഒന്നിലേക്ക് എത്തിപ്പെടാനും പറ്റുന്നില്ല. യഥാർത്ഥത്തില് അവരതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ അതിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്നത്? അല്ല, ആ ഒരു കംഫർട്ട് സോണിലെ സുഖം അനുഭവിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മള്. അവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റും വളരെ കുറവായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങളോടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ കംഫർട്ട് സോണിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കാനോ ഒന്ന് അപ്ഡേറ്റ് ആവാനോ അവർ തയ്യാറാവില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കംഫർട്ടാണ്. അതുകൊണ്ട് അവിടെ സ്റ്റെക്കായി പോകുന്നു. അതുകൊണ്ട് അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. യഥാർത്ഥത്തിൽ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്റെ കൂടെയുള്ള ആളുകളൊക്കെ പല സ്ഥലങ്ങളിലും എത്തി, വലിയ ഉയർച്ചയിലെത്തി, എനിക്ക് അവിടെ ഒന്നും എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ആൾ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അനങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഉയരങ്ങളിൽ എത്താനോ സാധിക്കില്ല. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കുറക്കുന്ന കാര്യമാണ് ആളുകളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമ്മയെ തല്ലിയാലും 2 ഭാഗം പറയുന്നവരുണ്ടാവുന്ന? അമ്മയെ തച്ചത് നന്നായി എന്ന് പറയാൻ ഒരു കൂട്ടരുണ്ടാവും. അവൻ എങ്ങനെയായാലും അവന്റെ അമ്മയല്ലേ, എന്തിനാ അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയാനും ആളുകൾ ഉണ്ടാവും. അപ്പോ മനുഷ്യന്മാർ പലതരത്തിലാണ്, ആളുകൾ പലതരത്തിൽ വിലയിരുത്തും. പക്ഷെ നമ്മളൊരു കാര്യം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. സൈക്കോളജിക്കലി മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സോഷ്യൽ അപ്രൂവൽ തേടുന്ന ഒന്നാണ്. എപ്പോഴും ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവർക്ക് പറ്റുന്ന പോലെയാണോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ നമ്മളെ ഇങ്ങനെ സെൽഫ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും നമ്മള്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി നന്നായിട്ട് ചിത്രം വരക്കും, നല്ല മ്യൂറൽ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ പുറമേക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്യാറില്ല അവളുടെ ചിത്രങ്ങളൊന്നും. അവൾ ഒരു ദിവസം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റുകൾ, ഭയങ്കരമായിട്ട് അവൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള കമന്റുകൾ വന്നു. അവളോട് ഇത് വീണ്ടും തുടരാനും ഒരുപാട് പോസ്റ്റുകൾ ഇനിയും വേണം എന്നുള്ള രൂപത്തിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന രൂപത്തിലൊക്കെ കമന്റ് ഇട്ടു. അത് കണ്ട് അവൾക്ക് ഭയങ്കര ആവേശമായി. അവള് വീണ്ടും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിലേറെ ഭംഗിയുള്ള ഫോട്ടോസ് ഒക്കെ വരച്ചിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിനിടയിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ഇതാണോ പെയിന്റിങ്? ആയിരക്കണക്കിന് പോസിറ്റീവ് കമന്റുകൾക്കിടയിൽ അവൾ ഈ ഒരൊറ്റ നെഗറ്റീവ് കമന്റിനെയാണ് ബ്രെയിനിലേക്ക് എടുത്തത്. അതോടുകൂടി അവൾ ആകെ ഡൗൺ ആയി. പിന്നീട് അവള് ചിത്രം വരച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന പരിപാടി നിർത്തുകയും ചെയ്തു. അപ്പോ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾക്കിടയിലും എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് കമന്റ് മാത്രം ഇവള് കണ്ടത്? മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ആവശ്യകതയുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് മറ്റുദാഹരണങ്ങൾ നമുക്ക് കാണാം. നന്നായിട്ട് പാടുന്ന ആളുകള്, അധികം ഒന്നും പാട്ട് പഠിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകള് സ്റ്റേജിൽ എപ്പോഴെങ്കിലും ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് അയാൾ അപ്രിഷിയേറ്റ് ചെയ്യും. പിന്നീട് അയാളുടെ കഴിവുകൾ ഇങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും പാടാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ മതി, അപ്പൊ അയാൾ ആ പരിപാടി നിർത്തും. അപ്പൊ ഇവർക്കൊന്നും റിയൽ ടാലന്റ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ മൈൻഡ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് വിശ്വസിക്കുകയും ചെയ്യും. അത് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തില് നിങ്ങളെ ആരെങ്കിലും ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുക കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണത്. നിങ്ങളുടെ ഒരു ടാലന്റിൽ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ നമ്മുടെ ഈ ഒരു ടാലന്റിനെ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എനിക്ക് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് നമ്മുടെ ആ ഒരു പ്രവൃത്തിയെ ഒന്നുകൂടി
മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും ഡൗൺ ആയിട്ട് നമ്മൾ ഒരിക്കലും ഇനി ആ കാര്യം ചെയ്യില്ല, എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. എല്ലാവരും പ്രീതിപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ സംതൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് കുറക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ മീഡിയ തുറന്ന ആളുകളുടെ ഷോ ഓഫ് ആണ്. പല ആളുകളും ഫോറിൻ ട്രിപ്പ് പോകുന്നു, പുതിയ കാർ വാങ്ങുന്നു, വീട് വാങ്ങുന്നു, അങ്ങനെ ഹാപ്പി റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റീലായിട്ട് കാണുന്നത്. പക്ഷെ അവരുടെയൊക്കെ റിയൽ ലൈഫ് എന്തായിരിക്കാം? നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള റീൽസ് കാണുമ്പോൾ അതിന്റെ പിന്നിൽ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാറില്ല. അവരെപ്പോഴും അങ്ങനെയാണ്, അവർ ഫുൾ ടൈം ഹാപ്പിയാണ്, അവർക്കൊന്നും പ്രശ്നങ്ങളില്ല, എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ഞാൻ മാത്രമേ ഇതിൽ കുടുങ്ങി കിടക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്ത, ഒരു നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അത് നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ ഒന്നോർക്കുക, ആളുകൾ അവരുടെ ബെസ്റ്റ് എന്താണോ അതാണ് അവർ പബ്ലിക് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഹാപ്പി മൊമെന്റ്സ്, എൻജോയ്മെന്റ്സ്, അത് മാത്രം. പക്ഷെ നമ്മൾ വിചാരിക്കും ഫുൾ ടൈം അവർ അങ്ങനെയാണെന്ന്. അപ്പൊ ഇങ്ങനെ താരതമ്യം ചെയ്യുന്നതോടെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഹാപ്പിനെസ് കുറയും, നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും, നമ്മുടെ സ്വന്തം പ്രോഗ്രസിനെ ഇൻവിസിബിൾ ആക്കുകയും ചെയ്യും. ഇപ്പൊ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വർക്കിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ റിസൾട്ട് സ്ലോ ആയിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന രൂപത്തിലാണ് മറ്റുള്ളവരുടെ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുന്നത്. അപ്പോ ഇത്തരത്തില് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ഞാനും എഫേർട്ട് എടുക്കുന്നുണ്ട്, ഞാനും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, എനിക്കും ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയിലൂടെ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് മുതൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി നിർത്തുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു പോയിന്റ് ആണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കതിന് കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും അച്ചീവ് ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് വിചാരിക്കുക, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഞാൻ പാടുന്നത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ പാട്ടൊക്കെ പഠിച്ച് പാടുന്നതിനെക്കാട്ടിലും മോശമായിട്ടല്ലേ ഞാൻ പാടുന്നത് എന്നുള്ളൊരു സെൽഫായിട്ട് നെഗറ്റീവ് ഒരു തോട്ട്. പക്ഷെ ഞാൻ അവരെക്കാട്ടിലും നന്നായിട്ട് പാടുന്നുണ്ടാവും യാഥാർത്ഥ്യത്തില്. പക്ഷെ എന്റെ മൈൻഡിലുള്ള ഈ ഒരു തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അത്രയും ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് അതാണ് വിശ്വസിക്കുന്നത്, നമുക്ക് കഴിവില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് പോരാ എന്നുള്ള രൂപത്തില്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ശ്രമിക്കൂല. അതുകൊണ്ട് നമ്മുടെ ഗ്രോത്തും സ്ലോ ആവും, നമ്മൾ അങ്ങനെ ഡൗൺ ആവും. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഈ ഒരു സെൽഫ് നെഗറ്റീവ് ടോക്സ് ഇന്നത്തോടുകൂടി നിങ്ങൾ നിർത്തുക. എന്നിട്ട് നിങ്ങൾ പുതിയ ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇതുവരെ എത്തിയില്ലേ, എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല എന്നുള്ള രൂപത്തിൽ ചിന്തിച്ചു തുടങ്ങുക. അപ്പൊ നമ്മുടെ ബ്രെയിനും അതിന് സെറ്റ് ആവും. നിനക്ക് പറ്റും, നീ എത്തും എന്നുള്ളൊരു ബൂസ്റ്റ് നമുക്കൊരു പിൻബലായിട്ട് വരും. അതുകൊണ്ട് ഇന്ന് മുതൽ ടെമ്പററി വീക്ക്നെസ് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആക്കാതെ നമ്മൾ എപ്പോഴും പവർഫുൾ ആണ്, സ്ട്രോങ് ആണ് എന്നുള്ളൊരു ഐഡന്റിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിനോട് ചോദിക്കുക, അയ്യോ ഇത് ശരിക്കും ഉള്ളതാണോ, അല്ലെങ്കിൽ ഇതിന്റെ പേടി കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാണോ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയും ഉടനെ തന്നെ അതിന്റെ പേടി കൊണ്ട് മാത്രമാണ്, എനിക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ട് അല്ല എന്നുള്ളത് തിരുത്തി ചിന്തിക്കുകയും ചെയ്യുക. നിങ്ങൾ എങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഞാൻ എപ്പോഴും എനിക്ക് എന്ത് നേടണം, അല്ലെങ്കിൽ ഞാൻ ആരാവണം എന്നുള്ളൊരു ചിന്ത ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ അതിങ്ങനെ ഓർക്കും, ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ചിരുന്നല്ലോ, എനിക്കത് എത്താൻ പറ്റിയല്ലോ എന്നുള്ള രൂപത്തില്. ഇനി നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാത്തത്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും, പക്ഷെ ഒന്നിലേക്കും ഇറങ്ങാൻ ഒരു ഉഷാറില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കാതിരിക്കല്, ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ വളരെയധികം ഇല്ലാതാക്കുന്ന ഒന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഒരാള് നന്നായിട്ട് പാട്ട് പാടുന്നു അല്ലെ, ആള് പാട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു സിനിമ പാട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ അതൊന്ന് പാടി നോക്കണ്ടേ, എന്നാലല്ലേ അയാൾക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പാടാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു സിമ്പിൾ സ്റ്റെപ്പെങ്കിലും നിങ്ങൾ മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഈ 5 കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതിനൊന്ന് ഓവർകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ചെയ്യണം എന്ന് വെച്ച് മാറ്റി വെച്ച് പല കാര്യങ്ങളും ഉണ്ടാവും ലൈഫിൽ.
അതൊക്കെ ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് പുതിയ സ്റ്റെപ്പുകൾ വെച്ച് എനിക്കതിന് കഴിയുമെന്നുള്ളൊരു ചിന്ത വരുത്തി മറ്റുള്ളവരെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനുള്ള കഴിവും കോൺഫിഡൻസും എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.